ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എടുക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ 2ാം പാർട്ടാണ്. അപ്പോൾ അതിൽ പറയുന്നത് ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനർസംഘടന ഇമ്പോർട്ടൻ്റ് ആണ്. ഭാഷാ പ്രവിശ്യകൾ രൂപീകരിച്ചാൽ അത് പ്രാദേശിക ഭാഷകൾക്കുള്ള ഒരു പ്രോത്സാഹനമായിരിക്കും എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിജിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഭാഷാ പ്രവിശ്യകൾ രൂപീകരിച്ചാൽ അത് പ്രാദേശിക ഭാഷകൾക്ക് ഒരു പ്രോത്സാഹനമായിരിക്കും എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിജി. ഭാഷാ അടിസ്ഥാനത്തിലാവണം ഭരണപ്രദേശങ്ങൾ നിർണ്ണയിക്കേണ്ടതെന്ന് ശക്തമായ വാദം സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഭാഷാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. ഭാഷാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച INC സമ്മേളനം നടന്നത് 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ഇമ്പോർട്ടൻ്റ്. ഇനി സ്വതന്ത്രാനന്തരം സംസ്ഥാനങ്ങളെ ഭാഷാ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് പ്രധാന ഘട്ടങ്ങൾ ചുവടെ ചേർക്കുന്നു എന്ന് പറയുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. സംസ്ഥാന പുനഃസംഘടനയെ പറ്റി പഠിക്കാൻ SK ധർ അധ്യക്ഷനായി 1948 ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷനെ ഭരണഘടനാ നിർമ്മാണ സമിതി നിയമിച്ചു. ഇമ്പോർട്ടൻ്റ്. SK ധർ അധ്യക്ഷനായിട്ടുള്ള ഭാഷാ പ്രവിശ്യ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1948. SK ധർ അധ്യക്ഷനായിട്ടുള്ള ഭാഷാ പ്രവിശ്യ കമ്മീഷൻ എന്തിനെ കുറിച്ച് പഠിക്കാനാണ് നിയമിച്ചത്? സംസ്ഥാന പുനഃസംഘടനയെ പറ്റി പഠിക്കാനാണ്. ഇമ്പോർട്ടൻ്റ്. സംസ്ഥാന പുനഃസംഘടനയെ പറ്റി പഠിക്കാൻ വന്നതാണ് SK ധർ അധ്യക്ഷനായിട്ടുള്ള 1948 ഭാഷാ പ്രവിശ്യ കമ്മീഷൻ. 1948 ഭാഷാ പ്രവിശ്യ കമ്മീഷനെ നിയമിച്ചത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് 1948 SK ധർ അധ്യക്ഷനായിട്ടുള്ള ഭാഷാ പ്രവിശ്യ കമ്മീഷനെ നിയോഗിച്ചത്. ഇമ്പോർട്ടൻ്റ്. അടുത്ത നോക്കിക്കേ, ഭാഷാ സംസ്ഥാനങ്ങൾ വേണമെന്ന ശക്തമായ ആവശ്യത്തെ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായിട്ടാണ് ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യർ എന്നിവർ ഉൾപ്പെട്ട JVP കമ്മിറ്റി നിലവിൽ വരുന്നത്. ഇമ്പോർട്ടൻ്റ്. എന്തായിരുന്നു JVP കമ്മിറ്റിയുടെ ലക്ഷ്യം? അത് ഭാഷാ സംസ്ഥാനങ്ങൾ വേണമെന്ന ശക്തമായ ആവശ്യത്തെ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വന്ന കമ്മിറ്റിയാണ് JVP കമ്മിറ്റി. ഇമ്പോർട്ടൻ്റ്. JVP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. ഇമ്പോർട്ടൻ്റ് ആണ് JVP കമ്മിറ്റി. JVP കമ്മിറ്റി നിലവിൽ വന്ന വർഷവും 1948 തന്നെയാണ്. 1948 JVP കമ്മിറ്റി. പക്ഷെ JVP കമ്മിറ്റിയെ നിയോഗിച്ചത് INC ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നിയോഗിച്ചത്. SK ധർ കമ്മിറ്റിനെ നോക്കിക്കഴിഞ്ഞാൽ ആരാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് 1948 നിയമിക്കുന്നത്. എന്നാൽ JVP കമ്മിറ്റിയെ നിയോഗിക്കുന്നത് INC ആണ് 1948. എന്തിനു വേണ്ടിയിട്ടായിരുന്നു JVP കമ്മിറ്റി നിലവിൽ വന്നത്? ഭാഷാ സംസ്ഥാനങ്ങൾ വേണമെന്ന ശക്തമായ ആവശ്യത്തെ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ്. ഇമ്പോർട്ടൻ്റ്. ഇനി തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്കായിട്ട് ഒരു സംസ്ഥാനം വേണമെന്നും, അതായത് ആന്ധ്ര സംസ്ഥാനം വേണമെന്ന് 1952 ആവശ്യം ഉന്നയിച്ച് പോറ്റി ശ്രീരാമലു നിരാഹാര സമരം ചെയ്ത് മരണം വരിക്കുക ചെയ്തിരുന്നു. അതിനെ തുടർന്ന് 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. 1952 ആന്ധ്ര സംസ്ഥാനം വേണമെന്ന് പറഞ്ഞ് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. അദ്ദേഹം മരണം വരിക്കുകയും ചെയ്തു. തൽഫലമായിട്ട് 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്ന വർഷം 1953 ഒക്ടോബർ 1. ഇനി ജസ്റ്റിസ് ഫസൽ അലിയുടെ നേതൃത്വത്തിൽ സർദാർ KM പണിക്കർ, HN കുൻസ്രു എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ 1953 കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്നത്. ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ജസ്റ്റിസ് ഫസൽ അലി കമ്മീഷൻ, അതായത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ആരൊക്കെയാണ് അംഗങ്ങൾ? ജസ്റ്റിസ് ഫസൽ അലിയുടെ നേതൃത്വത്തിൽ സർദാർ KM പണിക്കറുണ്ട്, HN കുൻസ്രു ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. 3 അംഗങ്ങളാണുള്ളത്. ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയോഗിച്ചത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. ഇമ്പോർട്ടൻ്റ്. ഇനി 1956 സംസ്ഥാന പുനഃസംഘടനാ ബില്ല് പാർലമെന്റ് പാസ്സാക്കിയത്. സംസ്ഥാന പുനഃസംഘടനാ ബില്ല് പാർലമെന്റ് പാസ്സാക്കിയ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1956. ഇമ്പോർട്ടൻ്റ്. സംസ്ഥാന പുനഃസംഘടനാ ബില്ല് പാർലമെന്റ് പാസ്സാക്കിയ വർഷം ഏതാണ്? 1956. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1956 നവംബർ 1 14 ഭാഷാ സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകൃതമായി. ആ 14 ഭാഷാ സംസ്ഥാനങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കുക. A സ്ക്വയർ, അതായത് ആന്ധ്രയും അസമും. ആന്ധ്ര ആൻഡ് അസം. B സ്ക്വയർ ഉണ്ട്. ആരൊക്കെയാണത്? ബീഹാറും ബോംബെയും. ഏതാണ്? ബീഹാർ ആൻഡ് ബോംബെ. ബോംബെ ഇന്നത്തെ മഹാരാഷ്ട്ര. പിന്നെ ഉള്ളത് നമ്മുടെ H ആണ്, ഹൈദരാബാദ്. ഹൈദരാബാദ് ഉണ്ട്. ദെൻ കേരളമുണ്ട്. M ക്യൂബ് ആരൊക്കെയാണ്? മധ്യപ്രദേശ് ഉണ്ട്, മൈസൂർ ഉണ്ട്, കർണാടക. മൈസൂര്. ദെൻ മദ്രാസ്.
പശ്ചിമ ബംഗാളും വെസ്റ്റ് ബംഗാളും കൂടിയാണ്. ദെൻ യു ഉണ്ട്, ആരാണത്? UP ആണ്. ഓക്കെ, ഉത്തർപ്രദേശ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്തൽ. നാം രാഷ്ട്രീയമായി സ്വതന്ത്രരായിരിക്കാം, എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം ആ പദത്തിന്റെ ഏത് ശരിയായ പൊരുൾ പ്രകാരവും അവസാനിച്ചിട്ടില്ല. അതിന്റെ സാമ്പത്തിക വിവക്ഷ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹം 1949 മുഖ്യമന്ത്രിമാർക്ക് എഴുതിയ കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ നാൾ വഴികൾ. ഓക്കെ, ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്ന വർഷം 1938. ഇമ്പോർട്ടൻ്റ് ആണ്. ബോംബെ പ്ലാൻ തയ്യാറാക്കിയ വർഷം 1944. ഇന്ത്യയുടെ ഭാവി സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച ജനകീയ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് MN റോയ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധിയൻ ആശയങ്ങളിൽ അധിഷ്ഠിതമായ JC കുമരപ്പയുടെ പദ്ധതി. ഓക്കെ, JC കുമരപ്പയുടെ പദ്ധതി എന്ന് പറയുന്നത് ഗാന്ധിയൻ ആശയങ്ങളിൽ അധിഷ്ഠിതമായ പദ്ധതിയായിരുന്നു JC കുമരപ്പയുടെ പദ്ധതി. ഇമ്പോർട്ടൻ്റ്. നെഹ്റു അധ്യക്ഷനായി 1950 മാർച്ച് 15 ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1950 മാർച്ച് 15. ദേശീയ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നെഹ്റു ആണ്. 1951 മുതലാണ് പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത്. പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1951. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 2015. ഇമ്പോർട്ടന്റ്. ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത് 1938. ബോംബെ പ്ലാൻ നിലവിൽ വന്നത് 1944. ജനകീയ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് MN റോയും. ഗാന്ധിയൻ ആശയങ്ങൾ അധിഷ്ഠിതമായ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് JC കുമരപ്പയും. 1950 മാർച്ച് 15 ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. അധ്യക്ഷനായിരുന്നു നെഹ്റു. പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് 1951. 2015 നീതി ആയോഗ് നിലവിൽ വന്നത്. 1947 സ്വാതന്ത്ര്യം കിട്ടിയതിലും നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക ആസൂത്രണ മാതൃകയിലാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കാൻ നെഹ്റു മുൻകൈയെടുത്തത്. ഇമ്പോർട്ടന്റ്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ ഏതുമായിട്ടാണ് മാതൃകയായത്? സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക ആസൂത്രണ മാതൃകയിലാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ്. സ്വതന്ത്രാനന്തര ഇന്ത്യ പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് പിന്തുടർന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് കാർഷിക വികസനത്തിനാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക വികസനത്തിനാണ് ഊന്നൽ നൽകിയത്. കാർഷിക വ്യാവസായിക മേഖലകളുടെ അഭിവൃദ്ധിക്കായി ജലസേചന സൗകര്യവും ഊർജോൽപാദനവും ആവശ്യമായിരുന്നു. അതിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓക്കെ, ഇന്ത്യയിൽ പ്രധാന അണക്കെട്ടുകൾ വരുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഏതൊക്കെയാണ്? സത്ലജ് നദിയിലെ ഭക്രാനങ്കൽ, ദാമോദർ നദീതട പദ്ധതി, മഹാനദിയിലെ ഹിരാകുഡ് എന്നിവയാണ് അക്കാലത്ത് നിർമ്മിച്ച പ്രധാന നദീതട പദ്ധതികൾ. ഇമ്പോർട്ടന്റ് ആണ്. അണക്കെട്ടുകൾ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ്. ഇമ്പോർട്ടന്റ് ആണ്. അണക്കെട്ടുകൾ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു 1959 ദാമോദർ നദിയിലെ പാഞ്ചേത്ത് അണക്കെട്ട് ഇന്നത്തെ ജാർഖണ്ഡിലാണ് സാന്താൾ ഗോത്രവർഗക്കാരിയായ ബുധിനി മെജ്ഹാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ 1959 ദാമോദർ നദിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട അണക്കെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാഞ്ചേത്ത് അണക്കെട്ടാണ്. ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ പാഞ്ചേത്ത് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചു കഴിഞ്ഞാൽ ദാമോദർ നദിയാണ്. പാഞ്ചേത്ത് അണക്കെട്ട് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജാർഖണ്ഡിലാണ്. പാഞ്ചേത്ത് അണക്കെട്ട് നിലവിൽ വന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1959. ഓക്കെ, സാന്താൾ ഗോത്രവർഗക്കാരിയായിരുന്ന ബുധിനി മെജ്ഹാനെ കൊണ്ടാണ് നെഹ്റു ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത്. പക്ഷെ ഇതിനുശേഷം ബുധിനി ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു. കാരണം അവരുടെ ഗോത്ര വിഭാഗത്തിൽ നെഹ്റു വന്നപ്പോൾ മാലയിട്ട് സ്വീകരിച്ചു. ഗോത്ര വിഭാഗക്കാരുടെ ഇതിൽ മാലയിട്ട് സ്വീകരിച്ച വരനെ സ്വീകരിച്ചതിന് തുല്യമാണ്. അപ്പൊ നെഹ്റുവിനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഗോത്ര സമൂഹം അവരെ കയറ്റാതൊക്കെ ഇരുന്നിട്ടുണ്ട് ഒരുപാട്. പിന്നീട് ഈ ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്തു പോയി. പക്ഷെ ഇവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, കാണുമ്പോൾ പറയാണ്ടിരിക്കാനും വയ്യ. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് വ്യവസായ വികസനത്തിനായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് വ്യവസായ വികസനത്തിലായിരുന്നു. പൊതുമേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് രാജ്യ പുരോഗതിയാണ് പഞ്ചവത്സര പദ്ധതികളിലൂടെ ഇന്ത്യ ലക്ഷ്യം വെച്ചത്. പൊതുമേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. ഇനി വിദേശ രാജ്യങ്ങളുടെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടു കൂടിയാണ് പൊതുമേഖലയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്. പല വിദേശ രാജ്യങ്ങളുടെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇരുമ്പുരുക്ക് ശാലകൾ ആരംഭിക്കുന്നത്. ഇമ്പോർട്ടന്റ്. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. ആരുടെ സഹായത്തോടെ? ജർമ്മനിയുടെ സഹായത്തോടെയാണ്. ഇമ്പോർട്ടന്റ്. റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിലാണ്.
ഭിലായ് ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്, സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഭിലായ് ഇരുമ്പുരുക്ക് ശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡാണ്. സഹായിച്ചത് സോവിയറ്റ് യൂണിയൻ ആണ്. അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ സഹായിച്ച ഒന്നാണ് ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാർഖണ്ഡിലാണ്. മാറിപ്പോവരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ 2 ഉണ്ട്. ഭിലായ് ഉണ്ട്, ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബൊക്കാറോ ഉണ്ട്, അത് ജാർഖണ്ഡിലാണെന്നുള്ളതും വ്യക്തമായി പഠിക്കുക. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാൾ, വെസ്റ്റ് ബംഗാളിലാണ്. യുണൈറ്റഡ് കിങ്ഡം UK ആണ് അതിന് സഹായം നൽകിയത്. ഇമ്പോർട്ടന്റ് ആണ്. UK അഥവാ ബ്രിട്ടൻ. ഓക്കെ. ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ഭൂപരിഷ്കരണം എന്ന ആശയം രൂപപ്പെട്ടിരുന്നു. അതിന് ഏറ്റവും ഉദാഹരണമാണ് ഭൂദാന പ്രസ്ഥാനം. ഓക്കെ. ഭൂദാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വിനോബ ഭാവെയാണ്. അതായത് വൻകിട ഭൂവുടമകളിൽ നിന്ന് 1/6 ഭാഗം എന്ത് ചെയ്തു? ഭൂദാനമായി കൊടുക്കാൻ പ്രേരിപ്പിച്ചു. ആ ഭൂദാനം കിട്ടിയ ഭൂമി ഭൂരഹിതർക്ക് വിതരണം ചെയ്യുകയാണ് ഉണ്ടായത്. നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കി JC കുമരപ്പയുടെ നേതൃത്വത്തിലാണ് കാർഷിക പരിഷ്കരണ കമ്മിറ്റി വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി കൂടി. ആ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് JC കുമരപ്പയുടെ നേതൃത്വത്തിൽ കാർഷിക പരിഷ്കരണ കമ്മിറ്റി നിലവിൽ വരുന്നത്. കാർഷിക പരിഷ്കരണ കമ്മിറ്റിയുടെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാമ്പത്തിക വികസനമാണ്. കാർഷിക പരിഷ്കരണ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം അടിസ്ഥാനത്തിൽ വന്നത് ഭൂവുടമകൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിച്ച് മിച്ച ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതരായ കർഷകർക്ക് വിതരണം ചെയ്യുന്നതിനായുള്ള നിയമം നടപ്പിലാക്കി എന്നുള്ളതാണ്. ഇമ്പോർട്ടന്റ് ആണ്.